കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏതെങ്കിലും ഒരു വകുപ്പ് വെച്ചുകൊണ്ട് യേശുവിനെ
അവഗണിക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ ജഡിക ശ്രമങ്ങൾ, ഈ ജഡിക ശ്രമങ്ങൾക്കെതിരെയാണ് കർത്താവിൻ്റെ വചനം എന്താണ് പറയണത്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹെബ്രായർ 13:5. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ഒരു പ്രഖ്യാപിതമായ നിലപാട് ദൈവത്തിൻ്റെ. മനുഷ്യന്മാർ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ തിരിയാൻ നോക്കും മനുഷ്യന്മാരെ. അപ്പം നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവവും നിലപാടുകളും നയങ്ങളും ഒക്കെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുക. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. ഹെബ്രായർ 13:5 ഏറ്റു പറഞ്ഞ ഞാൻ ഒരു വിധത്തിലും നിന്നെ അവഗണിക്കുകയില്ല. നമ്മൾക്ക് ചങ്കുറപ്പോടുകൂടി വരാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്ത് തന്നെയായാലും കൃപാസനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പോൾ ഞാൻ ശാസിക്കുമ്പോഴൊക്കെ വലുതായി ശാസിക്കുമെങ്കിലും ഞാൻ പ്രായോഗിക ലൈഫിൽ എല്ലാവർക്കും ഒരു വാല് തുറന്നു കൊടുക്കും. എല്ലാവർക്കും വാല് തുറന്നു കൊടുക്കും. ശാസിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ വചനങ്ങളല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എങ്കിലും ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവം മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും തന്നെ ഒരു വാതിൽ തുറന്നു കൊടുക്കും. അവരിൽ ഇപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ടാവും. ചിലപ്പോൾ സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് തന്നെ ഡൈവേഴ്സ് ചെയ്ത് ഒരു കാലത്ത് ഈ മനുഷ്യന്മാർക്കൊരു കുഴപ്പമുണ്ടേ. അതായത് 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയാണ് മനുഷ്യൻ ഈ തെറ്റുകളെല്ലാം ചെയ്ത് കൂട്ടുന്നത്. ഈ 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ എന്ന് വെച്ചാൽ അവർ ആ സമയത്ത് ഇവരുടെ ബ്രെയിൻ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യും. എന്നിട്ട് അവർ വ്യഗ്രത കൂടും അവർക്ക്. അപ്പോൾ സെൽഫ് അസെപ്റ്റ് ചെയ്യാനുള്ള ഈ വ്യഗ്രതയിൽ അവർ ദൈവത്തെ മറന്നു പോകും, സുവിശേഷത്തെ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൾക്കാർ PR ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാമെന്നൊക്കെ പറയണത്. അതാണ് PR-ഉം കല്യാണമായിട്ട് എന്ത് ബന്ധം? PR-ഉം കല്യാണമായിട്ട് ഒരു ബന്ധമില്ല. PR ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കത്തുള്ളതെന്നൊക്കെ പറയണില്ല ആൾക്കാരില്ലേ? അതെന്താ കാര്യം? അതാണ് വിഷയം. ഇനി ഞാൻ പ്രസവിക്കണ കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം കിട്ടിയാൽ മാത്രമേ ഞാൻ അമേരിക്കയിൽ പോയി പ്രസവിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നില്ലേ? എന്തെല്ലാം രീതിയാണ് ഇപ്പോൾ ആൾക്കാരുടെ മാറിയിരിക്കുന്നത്. ഇവിടുന്ന് 1 മാസമോ 2 ആഴ്ചയോ പ്രഗ്നൻ്റായിട്ട് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് 10 മാസമായിട്ട് അവിടെ പ്രസവിച്ചിട്ട് അവിടുത്തെ പൗരത്വം മേടിക്കും. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ഈ 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവർ ഒരു അജണ്ട ഫിക്സ് ചെയ്യും. ഈ അജണ്ടയുടെ അകത്ത് അവർക്ക് മനസാക്ഷിക്കും ദൈവത്തിനും സുവിശേഷം നിരക്കാത്ത എന്തെങ്കിലും വന്നാലും ഇവർ തട്ടിക്കളയും. അതും കാര്യമില്ലെന്ന് പറയും. അതും കാര്യമില്ല. ഇപ്പം ആരാ ഇതൊക്കെ നോക്കണമെന്നൊക്കെ പറയും. ഇപ്പം ആരാ ജാതി നോക്കണം, ഇപ്പം ആരാ മതം നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആത്മാവിനെ പണയപ്പെടുത്തുന്ന കാര്യമായാലും ശരി ദൈവത്തെ മാറ്റി നിർത്തി അവരൊരു ചിന്ത തീരുമാനിക്കും. ഇങ്ങനെ കുറേ തെറ്റുകൾ മനുഷ്യന് വരും. ഇങ്ങനെ തെറ്റുകൾ മനുഷ്യന് വരുമ്പോൾ ഇതെല്ലാം ശരിക്കും കർത്താവിൻ്റെ രീതി അനുസരിച്ച് നീ അജ്ഞതയുടെ കാലഘട്ടമെന്നും പറഞ്ഞൊരു വിഷയവും എപ്പോഴും ദൈവം ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അജ്ഞതയുടെ കാലഘട്ടമെന്ന്. അത് ഈ കാലഘട്ടമാണ്. അതായത് 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള കാലഘട്ടം. ടേക്ക് ദ ബെഡ് അജ്ഞതയുടെ കാലഘട്ടം. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ നന്ദി, മഹത്വം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. അപ്പോസ്തല പ്രവർത്തനം 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. ഇത് കണ്ട, അതായത് ഇത് വളരെ സീരിയസ് ആയിട്ട് കേൾക്കണം നിങ്ങളെ സുവിശേഷം. അതായത് ദൈവത്തിൻ്റെ ഒരു അപ്രോച്ച്, ഒരു രീതിയാണ് ഈ പറയണത്. അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. അതാണ് നമ്മുടെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. അജ്ഞതയുടെ ഒരു കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാവും. അജ്ഞതയുടെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം ചില ആൾക്കാർ മനഃപൂർവ്വം അബോർട്ട് ചെയ്യണില്ലേ? മനഃപൂർവ്വം അബോർട്ട് ചെയ്യും. എന്താ കാര്യം? ഇപ്പോൾ പ്രസവിച്ചാൽ അത് ശരിയാകത്തില്ല. കൊച്ചിനെ നമുക്ക് നമ്മുടെ വരുമാനം ഫിക്സ് ആയിട്ടില്ലല്ലോ. കൊച്ചിനെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അബോർട്ട് ചെയ്ത് കളയും. കൊച്ചിനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അബോർട്ട് ചെയ്ത് കളയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൻറ്റി അങ്ങനെയാണ് ചെയ്തത്, വല്യമ്മ അങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ മോഡലാക്കുന്നവർ ആൻറ്റിനെയും വല്യമ്മനെയും പണ്ട് അബോർഷൻ ചെയ്ത ആൻറ്റിനെയും വല്യമ്മനെയും മോഡലാക്കും. ഇതാണ് അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആരെയും മോഡലാക്കണത്? ഈ പാപം നിനക്ക് മുമ്പേ നേരത്തെ ചെയ്തിട്ടുള്ളത് നിൻ്റെ ആൻറ്റി എന്ന് പറഞ്ഞ കോമരത്തിനെയാണ് നീ മോഡലാക്കണത്. ഞാനാണ് ദൈവമെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടാവും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം എന്താണ്? ഇതിന് അജ്ഞതയുടെ കാലഘട്ടമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുകയെ, അതായത് നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരിങ്ങനെ നീ വിവസ്ത്രനായിട്ട് ഈ വിറകിൽ ഒരു വിറച്ചായിട്ട് നാളം കെട്ട് തൂങ്ങുമ്പോൾ ഇത് തന്നെ ഒരു ഓപ്പൺനെസ്സാണ് ശരിക്കും. എന്ന് വെച്ചാൽ നിൻ്റെ ഏത് കാലഘട്ടത്തിലാണ് നീ അനുതാപപ്പെട്ടെങ്കിലും നിന്നെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണെന്ന് കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കൈ ഉണ്ടായിരിക്കട്ടെ. നെഞ്ചത്ത് വെച്ചുകൊണ്ട് കണ്ണടച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഉടമ്പടിയിലായിരിക്കുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചാൽ നിങ്ങൾ ഓർക്കണം, എന്താണ് അത്? സ്പോൺസേഡ് ബൈ ജീസസ് ആണ്. മനസ്സിലായ? ഉടമ്പടിയിലായിരിക്കുമ്പോൾ മോശം സംഭവിക്കത്തില്ലെന്ന് ആരും വിചാരിക്കരുത്. എന്തെങ്കിലും ടെംപ്റ്റേഷൻസ് അല്ല, എന്തെങ്കിലും ഹാർഡ് ടൈം എന്ന് പറയുന്നത് ടെംപ്റ്റേഷൻ അല്ല, ഹാർഡ് ടൈം, കഠിനകാലം അല്ലെ, കഠിനകാലം. ഇപ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ചില സമയത്ത് ചില കഠിനകാലം ഉണ്ടാകാം. കാര്യം എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു, ദൈവം നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? അത് പറഞ്ഞേ, അത് സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എപ്പോഴും പ്രശ്നത്തിൽ നമ്മുടെ പേഴ്സണൽ വേർഷൻ ഓഫ് ബിലീഫ് ഉണ്ട്. ഇതാണ് ദൈവം ഏറ്റെടുക്കുന്നത്. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇതെന്തിനാണ്? അവർ സ്വന്തം അനുഭവത്തിലൂടെ, യോസേപ്പിൻ്റെ അനുഭവത്തിലൂടെ അല്ല. അത് കുറേ നാൾ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിക്കണം. എങ്ങനെയാണ് തൻ്റെ ജനമാകണത്? എങ്ങനെയാണ്? സ്വന്തം അനുഭവം ഉണ്ടാകണം. സ്വന്തം അനുഭവം എന്താ ഉണ്ടാകുന്നതിൻ്റെ കാലങ്ങൾ മാറും. ഉടമ്പടിയിലായിരിക്കുമ്പോഴും ചിലപ്പോൾ നെഗറ്റീവ് കാലങ്ങൾ വരും. ഇതെന്തിനാണ്? ഇത് അവരെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പം ഈ സ്വന്തം അനുഭവത്തിൽ, അപ്പം നിങ്ങൾ ക്ലേശകാലത്ത് എന്താ ചെയ്യേണ്ടത്? ക്ലേശകാലത്ത് നിങ്ങൾ മാന്യം ഉണ്ടാക്കരുത്. പിടികിട്ടിയ? പല അണ്ണന്മാരും ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നത് എന്താ? യഥാർത്ഥ ഇസ്രയേലിൽ നിന്ന് പറഞ്ഞില്ലേ? കർത്താവിൻ്റെ അസസ്മെൻറ്റിലുള്ളത് എന്താണ്? ആൻഡ് ദിസ് ഈസ് ട്രൂ ഇസ്രേലിയൻ.
ആൻഡ് ഹീസ് നോട്ട് എ ഹിപ്പോക്രാറ്റ്. അവന് കാപട്യമൊന്നും ഇല്ലെന്ന് പറയാം. എന്താ കാര്യം? പണ്ട് ഇസ്രയേൽ എന്ന് പറഞ്ഞ ആൾ യാക്കോബിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. യാക്കോബ് കടിഞ്ഞുള്ള അവകാശം ഫാൻസി ഡ്രസ്സിലൂടെ അടിച്ചു മാറ്റിയ ആളാണ്. ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? വേഷപ്രച്ഛന്നം, ആളുടെ വേഷപ്രച്ഛന്നം. യേശാവ് അപ്പൻ ഇസഹാക്ക് മരിക്കാൻ നേരത്ത് അവനിഷ്ടപ്പെട്ട മകൻ, മൂത്ത മകൻ ആദിജാതൻ യേശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, എനിക്ക് കർത്താവിലേക്ക് ചേരാൻ സമയമായി, നീ കാട്ടിൽ പോയി വേട്ടയാടി ഒരു മൃഗത്തെ കൊണ്ടുപോവാ, ഞാൻ അതിനെ ഭക്ഷിച്ച് കഴിയുമ്പോൾ, അപ്പവും കൂടി കൊണ്ടുപോവാ, ഞാൻ ഭക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ മനസ്സ് നിറഞ്ഞ് നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹമെല്ലാം നീ അവകാശമാക്കും. അത് അപ്പോഴ് റബേക്ക അത് പാത്തു നിന്ന് കേൾക്കും. റബേക്കയ്ക്ക് ഇഷ്ടം യാക്കോബിനോട്. യേശാവ് ശരീരത്തിൽ മുഴുവൻ പൂടെ ഉള്ളവനായിരുന്നു. ഉടനെ യേശാവ് വേട്ടയാടാൻ പോയ സമയത്ത് യേശാവിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു രോമക്കുപ്പായം എടുത്ത് ഇവനെ ധരിപ്പിക്കും. എന്നിട്ട് അവിടെ ആലയിലുണ്ടായിരുന്ന ആടിനെ മുറിച്ച് കറിയാക്കി അപ്പമായിട്ട് യേശാവ് വരുന്ന മുമ്പ് യാക്കോബിനെ കൊണ്ട് കുടിപ്പിക്കും. യാക്കോബിനെ അവൻ അന്ധനായിരുന്നു ഈ ഇസഹാക്ക്. തപ്പി നോക്കിയപ്പോൾ ഇസഹാക്ക് പറയും, നിൻ്റെ ശരീരമൊക്കെ പൂടെ ഉള്ളതാണ്, യേശാവിനെ പോലെ ഇരിക്കണം, നിൻ്റെ മണം എന്ന് പറയണത് അത് യാക്കോബിൻ്റെ ആണെന്നറിയാം. അപ്പം അത് നിൻ്റെ ശരീരം ഇതുള്ളതാണ്, പക്ഷേ എങ്കിലും കർത്താവിൻ്റെ വയലിലെ മണമാണ് നിൻ്റെ ശരീരം. അതായത് യേശാവിൻ്റെ ഉടുപ്പായിട്ടിരിക്കണത്. പക്ഷെ സ്വരം യാക്കോബിൻ്റെ ആണെന്ന് പറയും. എന്തിനും പക്ഷെ അല്ലപ്പം ഞാൻ യാക്കോബല്ല, ഞാൻ യേശാവാണെന്ന് പറഞ്ഞ് യേശാവിൻ്റെ അനുഗ്രഹം ഇവൻ അടിച്ചു മാറ്റും. ഇവൻ അടിച്ചു മാറ്റി ഇവൻ വളർന്ന് വലുതായി രക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ പുസ്തകത്തിൽ ഇവൻ റെഡ് മാർക്കാണ്. എത്രയോ വർഷം കഴിഞ്ഞ്, ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞെങ്കിലും യേശാവിൻ്റെ ആത്മസ്തുതി ഹിപ്പോക്രൈറ്റ് എന്നാണ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. യാക്കോബിൽ നിന്നാണ് ഈ നെതിന്യാഹു വരെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാലും പുസ്തകത്തിൽ കിടക്കുന്നത്, കർത്താവിൻ്റെ പുസ്തകത്തിലുള്ള എന്താണ്? ഈസ് എ ഹിപ്പോക്രാറ്റ്. തൽക്കാല കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അടിച്ചു മാറ്റിയെങ്കിലും ദൈവത്തിൻ്റെ ഒത്തുതീർപ്പിന് ദൈവം ഇപ്പോഴും തയ്യാറല്ല, കർത്താവിൻ്റെ കാലത്തും തയ്യാറല്ല. എന്താ പറയണത്? ദാനിയേൽ പറയും, ഇവന് യഥാർത്ഥ ഇസ്രായേലിലാണ്. ഹീസ് നോട്ട് എ ഹിപ്പോക്രാറ്റ്. മറ്റവൻ യാക്കോബ് ഹിപ്പോക്രാറ്റ് ആയിരുന്നു. അപ്പം ഈ യഥാർത്ഥ ഇസ്രായേലിനാകാൻ, യഥാർത്ഥ വിശ്വാസിയാകാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ എന്താണ്? ത്രെഡ് എന്താണ്? ത്രിൽ ആൻഡ് ത്രെഡ് ഓഫ് കവനൻറ്റ്. അതെല്ലാം യഥാർത്ഥ വിശ്വാസിയാകുന്നതിന് വേണ്ടിയുള്ള ത്രില്ലാണ്. അത് ത്രില്ല് ഒരേ സമയം തന്നെ ത്രെട്ടുമാണ് ഇതിൻ്റെ. എന്താ കാര്യം? യഥാർത്ഥത്തിലേക്ക് വരണം. ഏത് കാലാവസ്ഥയിലും ഒരുപോലെ ഇരിക്കണം. മടുപ്പം വന്നതേ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഉശിരോടെ പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ മോശം കാലാവസ്ഥയിലാണ് നല്ലവണ്ണം പ്രവർത്തിക്കേണ്ടത്. ഏറ്റവും മോശം കാലാവസ്ഥ. നമ്മൾ നല്ല റിയലായിട്ടുള്ള ആൾക്കാരാണ്, ഹിപ്പോക്രസി അല്ല, യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നത് എപ്പോഴാണ്? നമ്മൾ മോശം കാലാവസ്ഥയിലും നല്ലതുപോലെ പ്രവർത്തിക്കുമ്പോഴാണ്. മോശം കാലാവസ്ഥയിലും അങ്ങനെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട്. അവർ മോശം കാലാവസ്ഥയിലൂടെ കടന്നു പോണത്, പക്ഷേ അവർ ദൈവത്തോടുള്ള ഉത്തരവാദിത്തത്തിന് ഒരു കുറവും വരുത്തത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ കൃപയാൽ ഉടമ്പടി ജീവിതം സത്യസന്ധമായി സുവിശേഷ സാക്ഷ്യമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന
കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിന്റെ അഭിഷേകകരം അങ്ങനെ ഓരോ മക്കളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ അങ്ങനെ അവകാശമോഹരിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, വിടുതല് ഞങ്ങൾക്ക് കൊടുക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം മക്കളില്ലാത്ത ദമ്പതികള്, വിവാഹം ഒത്തുവരാത്തവര്, തൊഴിൽ തുടങ്ങി വെക്കാൻ അവസ്ഥ അതിനൊരു മാർഗം കാണാത്തവര്, തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കുന്നവര്, കർത്താവരെല്ലാം സ്വാഗതിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. സമാധാനം ഇല്ലാത്തവര്, കുടുംബജീവിതം തകർന്നു പോയവര്, ഭർത്താക്കന്മാർ പിരിഞ്ഞു പോയവര്, വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് എന്തെല്ലാം തരത്തിന് വേണ്ടിയാണോ അങ്ങനെ മക്കൾ ഉടമ്പടിയിലേക്ക് വന്നിരിക്കുന്നത്, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കണം, ഇപ്പോൾ പ്രാർത്ഥന ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുന്ന അവിടെ മേലെല്ലാം കർത്താവിന്റെ ശക്തിയോട് കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൗനമായി മുട്ടയിൽ നിന്നുകൊണ്ട് സമാപന ആശീർവാദം സ്വീകരിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മറിയ, ആവേ ആവേ മറിയ. ഘോര സർപ്പത്തിന്റെ തല തകർക്കാനായി താതന്നയച്ചോരെന്നമ്മേ,